നമസ്കാരം. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ AKDയുടെ എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം എറണാകുളം പ്രസിഡൻസി ഹോട്ടലിൽ വെച്ച് AKDA സംസ്ഥാന പ്രസിഡന്റ് മുജീബുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് AKDA എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗം എറണാകുളം ഹോട്ടൽ പ്രസിഡൻസിയിൽ വെച്ച് നടത്തപ്പെട്ടു. പൊതുയോഗം AKDA സംസ്ഥാന പ്രസിഡന്റ് മുജീബുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ എല്ലാവർക്കും, എല്ലാ കൺസ്യൂമേഴ്സിനും അവന്റെ നിത്യോപയോഗ സാധനങ്ങൾ ഒരേ വിലയ്ക്ക് കിട്ടാനുള്ള വ്യാപാര സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലാക്കാതിരിക്കുന്നത് ഇവിടുത്തെ നിർമ്മാതാക്കളാണ്. നിർമ്മാതാക്കളുടെ ഈ കമ്പനി മാനുഫാക്ചറിന്റെ തന്ത്രങ്ങളാണ് ഈ രണ്ട് വിലയ്ക്ക് ഈ സാധനങ്ങൾ ജനങ്ങളിലേക്ക് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഈ നയം കൊണ്ടുവരുന്നത്. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിന് വേണ്ട ഡീറ്റെയിൽസ് തരാം. അവര് പല കാര്യങ്ങൾ പറയും, ഞങ്ങൾ കൊടുക്കുന്നില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് AKDA സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാം എന്ന് നമ്മളെ ബഡ്ജറ്റ് സ്പീച്ചിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ 21 നടന്ന ഈ കോർപ്പറേറ്റ് പ്രീണനം, നമുക്കറിയാം, നമ്മളെല്ലാം വിൽക്കുന്ന FMCG സാധനങ്ങളിൽ എന്താണ് ഇവിടെ പറഞ്ഞത്? ടാക്സിൽ കുറഞ്ഞപ്പോൾ സാധനങ്ങളുടെ വില കുറയും എന്നാണ് പറഞ്ഞത്. എവിടെ സാധനങ്ങളുടെ വില കുറഞ്ഞു? സാധനങ്ങളുടെ ചില സാധനങ്ങളുടെ ഗ്രാമേജ് കൂട്ടി, ഓഫർ കൂട്ടി. അല്ലാതെ സാധനങ്ങളുടെ വില MRP ഒന്നും കുറച്ചിട്ടില്ല. MRP നമുക്ക് ഇത് വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ലീഡിംഗ് മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം പരസ്യം ചെയ്ത് ഇത് ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളുടെ സാധനം വില കുറച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മാസം തന്നെ ഈ സാധനങ്ങളെല്ലാം പുതിയ പാക്കിങ്ങിൽ മാനുഫാക്ചർ ചെയ്ത് വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കമ്പനി ഒരു പുതിയ പാക്കിങ്ങിലേക്ക് ഇത് മാറണം, പുതിയ മോൾഡിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയമെടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടികളാണ്. കോർപ്പറേറ്റുകളും ഭരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനാണ്. ഏതൊക്കെ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. AKDA ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ഉത്തരവാദിത്വത്തോടുകൂടി നിൽക്കേണ്ടതുമായിട്ടുള്ള ഒരു ജില്ലയാണ്. കാരണം സാമ്പത്തികമായിട്ട് ഏകദേശം 40% കൈകാര്യം ചെയ്യുന്ന എറണാകുളം ജില്ല തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വത്തിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ AKDയുടെ തന്നെയാണെങ്കിലും അവർ 2 നാഷണൽ മീറ്റിങ്ങുകൾ എറണാകുളം ജില്ലക്ക് ആതിഥ്യം വഹിക്കാനായിട്ട് സാധിച്ച് നമ്മൾ ചെയ്തു കൊടുത്ത ആ ഒരു സഹായം, അല്ലെങ്കിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചത് സംസ്ഥാന നേതൃത്വത്തിന് വളരെ സന്തോഷമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള സംസ്ഥാന ക്ലബ്ബ് മീറ്റിങ്ങുകൾക്കെല്ലാം ആതിഥ്യം വഹിക്കുന്നത് എറണാകുളം ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിൽ എറണാകുളം സംസ്ഥാന ഇലക്ഷൻ കൗൺസിലുകൾ കൂടുന്നതും എറണാകുളം ജില്ലയാണ്. അപ്പൊ ഇത്ര ഉത്തരവാദപ്പെട്ട ഒരു ജില്ലയില് നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാവരുടെയും സഹായവും സഹകരണത്തോടു കൂടിയാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 2-3 വർഷം മുമ്പേ നമ്മളുടെ പ്രസിഡന്റ് ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, വ്യാപാര സൗഹൃദ യോഗങ്ങളെ കുറിച്ചിട്ട്. പക്ഷെ അന്ന് പല ജില്ലകളിലും പല യൂണിറ്റുകളിലൊക്കെ ഈ വ്യാപാര സൗഹൃദ യോഗങ്ങൾ നടത്തിയെങ്കിൽ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര തരത്തിലേക്ക് സക്സസ് ആയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2 തരത്തിൽ 2-3 തരത്തിലൊക്കെ തന്നെ തലങ്ങളിലൂടെ തന്നെ കച്ചവടം നടത്തിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ വിലകളിൽ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അല്ലാത്തതും അതിന് കൂടി കുറഞ്ഞൊക്കെയുള്ള വിലകളിൽ സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചേരുന്ന ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അതിനെ നമുക്ക് ചെറുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും ഒക്കെ ചേർന്ന് നിന്നാലേ സാധിക്കൂ എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ഇന്നും തല്ലിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിവാദത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാലാണ് ഇത്തരത്തിലുള്ള ഭീമന്മാർ, അതായത് നാളെ ഈ ഓൺലൈൻ കച്ചവടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നിന്ന് പോകുന്നത് ഏത് കച്ചവടക്കാരായിരിക്കും? റീറ്റെയിൽ കച്ചവടക്കാരായിരിക്കും. റീറ്റെയിൽ കച്ചവടക്കാർ, ഹോൾസെയിൽ, സൂപ്പർ മാർക്കറ്റൊക്കെ ക്രമേണ നിന്നാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആവശ്യകതകള്, അതായത് നമ്മൾ ഇതിന്റെ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ
ഇതിനെ നേരിടാനായിട്ടുള്ള ഒരു സംവിധാനമാണ് സംസ്ഥാന പ്രസിഡന്റ് 2-3 വർഷം മുമ്പേ പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാല് അതൊന്നും നമ്മൾ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെങ്ങമനാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച AKDA അംഗം ഷിഹാബിനെയും സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിരുന്ന മുതിർന്ന നേതാവ് ശ്രീ ബാലേട്ടനെയും പ്രസ്തുത ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് 2026-2027 വർഷങ്ങളിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് വരണാധികാരിയും AKDA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായ VJ വർഗീസിന്റെ മേൽനോട്ടത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റായി അങ്കമാലി യൂണിറ്റിലെ അൻഡു മാത്യു, ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായ തെരഞ്ഞെടുക്കപ്പെട്ട ആൻഡു മാത്യു എന്ന ഞാൻ AKDയുടെ നിയമാവലിക്കനുസരണമായും അംഗങ്ങളുടെ ക്ഷേമത്തിനായും ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്നതാണ് എന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ തൃപ്തിയോടെ നിർവഹിക്കുന്നതായിരിക്കുമെന്ന് അംഗങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്നു എന്ന് ആൻഡു മാത്യു. ജില്ലാ ജനറൽ സെക്രട്ടറിയായി നോർത്ത് പറവൂർ യൂണിറ്റിലെ സൂരജ് N, ട്രഷറർ സിറ്റി നോർത്ത് യൂണിറ്റിലെ മോഹനകുമാർ എന്നിവരെ യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. മുൻ ജില്ലാ പ്രസിഡന്റ് KM ജോൺ പുതിയ ഭരണസമിതിക്ക് ആശംസകൾ അർപ്പിക്കുകയും ടാക്സേഷനെ കുറിച്ചുള്ള പുതിയ അമെൻമെന്റിനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ ഗവൺമെന്റിൽ റെപ്രസെന്റേഷൻസ് നടത്തുമ്പോൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് സാറ് പറയും, നിങ്ങളൊരു പ്രശ്നം അവതരിപ്പിച്ചാൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളൊരു പ്രശ്നം അവതരിപ്പിച്ച് എൻ്റെ തന്നാൽ ഞാനത് സെക്രട്ടറിക്ക് റെഫർ ചെയ്യാൻ പോകും. സെക്രട്ടറി അത് പഠിച്ച് അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതും അദ്ദേഹം പഠിച്ചതും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് കൂടി നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്തു തരാൻ പറ്റുന്നതാണോ? അപ്പൊ ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലൂടെ നമ്മുടെ സംഘടനയുടെ ഓരോ നേതാക്കളും നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിൽ അവതരിപ്പിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യാനുള്ള പരിശ്രമമാണ് അതിനുള്ള നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പൊ ആദ്യശേട്ടനും ഇപ്പം ഈ നേതൃത്വം ഏറ്റെടുത്തിരിക്കുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, എങ്ങനെ നമ്മുടെ ലാഭം കൂട്ടാം, രണ്ടാമത് എങ്ങനെ നമ്മുടെ ഈ ബിസിനസ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും എങ്ങനെ ലാഭം കൂട്ടാം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ബിസിനസ് മക്കൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന ആകുലതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചടങ്ങിന്റെ ഭാഗമായി എറണാകുളം സിറ്റി സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഹോസ്റ്റിൻ ജോസഫിന്റെ 60ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. Happy birthday to you, Austin. Happy birthday to you. AKDA എറണാകുളം ജില്ലാ സെക്രട്ടറി ഉമ്മൻ ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷിഹാബ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് AKDA എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ സ്വാഗതവും എറണാകുളം ജില്ലാ ട്രഷറർ ഷിഹാബ് നന്ദിയും പറഞ്ഞു.